ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പീച്ച് ആൻഡ് മീയുടെ പാർട്ട് 5 ആണ്. ഇതിൻ്റെ മുന്നത്തെ പാർട്സൊക്കെ കാണാനായിട്ട് ചാനൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പാർട്ടിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 7 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ഫ്ലാഷ് ബാക്കാണ്. കുന്തിയും റോമും കൂടിയിട്ടാണെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂളിൽ അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മോക്ക് വാച്ചൊക്കെ നോക്കിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് റോമിനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിൽ എത്തേണ്ട സമയമായിരുന്നു. ഇത് കേട്ടപ്പോഴാണെങ്കിൽ നമ്മുടെ കുന്തിയും റോമും കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് നിന്നെ ഇപ്പം ശരിയാക്കി തരാടാന്നൊരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവം പിന്നെ നല്ലപോലെ അറിയാവുന്നതുണ്ട്. മോക്കപ്പം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പൊ വെള്ളത്തേക്ക് ഇറങ്ങണില്ല എന്ന്. അതെന്തുകൊണ്ടാന്ന് റോമപ്പ ചോദിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മോക്ക് പറയുന്നുണ്ട്. നമ്മുടെ കുന്തി പറയുന്നുണ്ട്, നീ എപ്പോൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നോ അന്ന് മുതൽ തുടങ്ങിയതാണ്. നീ എത്ര വട്ടാണ് ഒരു ദിവസം വർക്ക് എന്ന് പറയാനുള്ള വേർഡ് യൂസ് ചെയ്യണമെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോക്കാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോസ് എന്ന് വിളിച്ച് വരാണ്. നിന്റെ ഈ വർഷം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മോക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുന്തിയ റോമും കൂടിയിട്ടാണെങ്കിൽ മോക്കിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൂടിയിട്ട് നമ്മുടെ മോക്കിനെ ആണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഊഞ്ഞാലാട്ടിയിട്ട് നേരെ വെള്ളത്തേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ചാടുന്നുണ്ട് മോക്കിന്റെ കൂടെ. നമ്മുടെ മോക്കാണെങ്കിൽ അപ്പൊ റോമിനോട് പറയുന്നുണ്ട്, നീ നിന്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ കുന്തി പറയുന്നുണ്ട്, എന്നാ അടുത്ത ഫ്ലൈറ്റിന് പോവാന്ന്. മോക്കപ്പൊ പറയുന്നുണ്ട്, റോമാണെങ്കിൽ ഓൾറെഡി 5 തവണ അവന്റെ ഹോങ്കോങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അവനിക്ക് ഇതും കൂടി മിസ് ചെയ്യുകയാണെങ്കിൽ നാളെ അവന് സ്കൂളിലേക്ക് പോകാൻ റെഡി ആവാനായിട്ട് സമയം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 7 വർഷങ്ങൾക്ക് മുന്നുള്ളതല്ലേ, അപ്പൊ റോം സ്കൂളിൽ പഠിക്കായിരുന്നു. അപ്പൊ കുന്തി പറയുന്നുണ്ട്, എന്നാ ഫസ്റ്റ് ഡേ പോസ്റ്റ്പോൺ ചെയ്യുക, എന്തായാലും അത് നമ്മുടെ സ്കൂളല്ലേ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മോക്കിന്റെ മുഖത്തേക്കാണെങ്കിൽ ഹൂ എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ആക്കുന്നുണ്ട്. നമ്മുടെ മോക്കാണെങ്കിൽ ഓൾറെഡി കണ്ണടില്ലാണ്ട് കണ്ണ് കാണാണ്ട് കണ്ണട തപ്പി നിൽക്കുക. അപ്പോഴാണെങ്കിൽ ഒരു വെള്ളം കൂടി ആക്കണത്. അപ്പൊ റോമാണെങ്കിൽ വെള്ളത്തിനടിയിൽ പോയിട്ട് മോക്കിന്റെ കണ്ണട എടുത്തിട്ട് കൊണ്ടുവരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണോ നോക്കുന്നത് എന്ന് വെച്ചാൽ വന്ന് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടല്ല നീന്താണ്. അപ്പൊ മോക്കാണെങ്കിൽ അവന്റെ പുറകെ പോകുന്നുണ്ട് കണ്ണട മേടിക്കാനായിട്ട്. അപ്പൊ റോമാണെങ്കിൽ അത് നമ്മുടെ കുന്തിക്ക് ഇറങ്ങി കൊടുത്തു. അപ്പൊ മോക്ക് കുന്തിയുടെ അവിടേക്ക് നീന്തുന്നുണ്ട്. അപ്പൊ കുന്തി വീണ്ടും റോമിന് എറിയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുന്തിയാണെങ്കിൽ ആ കണ്ണട എടുത്തിട്ട് എന്നിട്ട് മോക്കിനോട് പറയുന്നുണ്ട്, എന്നെ നോക്ക് ഞാൻ നിന്നെക്കാട്ടും ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കണ്ണടയൊക്കെ എടുത്ത് വെച്ചിട്ട് ബോസ് കപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ റോമിന്റെ ഒരു വോയിസ് ഓവർ കേൾക്കാൻ പറ്റും. പീക്ക് ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട് ഡാഡിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ, എനിക്ക് നിൻ്റെ മോക്കിൻ്റെയും കൂടെ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ കുന്തിയുടെ ഒരു വോയിസ് ഓവർ കേൾക്കാം. അങ്ങനെയൊക്കെ പോസിബിൾ ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡാഡിനോട് ചോദിക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ റോമിൻ്റെ വോയിസ് ഓവർ കേൾക്കാം, നീ എന്താ ചോദിക്കാന്ന്. അപ്പോൾ കുന്തി പറയുന്നുണ്ട്, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കാതെ വീട്ടിൽ നിൻ്റെയും മോമിൻ്റെയും ഡാഡിൻ്റെയും കൂടെ സ്റ്റേ ചെയ്യാൻ സമ്മതിക്കാനായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അർസേനയ്ക്ക് മാത്രം ഇത്ര ഡിഫറെൻ്റ് ആവേണ്ട കാര്യം എന്ന് റോമി ചോദിക്കുന്നുണ്ട്. കാരണം അത് അർസേനയാണ്, അതുകൊണ്ടാണെന്ന് കുന്തിയും പറയുന്നുണ്ട്. അടുത്ത സീനിൽ പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് ഫ്ലാഷ് ബാക്ക് ആയിരുന്നല്ലോ. അപ്പൊ റോമാണെങ്കിൽ അതേ പൂളില്ല അവിടെ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, റോം പിന്നെ ഇന്നലെ നല്ല ദേഷ്യപ്പെട്ടിട്ടായിരുന്നു ആ മീറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിണ്ടായിരുന്നേ. അപ്പൊ മോക്ക് ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് റോമിനോട് പറയുന്നുണ്ട്, വേഗം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വായ, 3 മണിക്കൂറായി വെള്ളത്തിൽ കിടക്കണമെന്ന്. പക്ഷെ റോമാണെങ്കിൽ മോക്ക് പറയണതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും നീന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ റോമിനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോ ആരോ വെള്ളത്തിനടിയിൽ അവന്റെ കാല് പിടിച്ച് വലിച്ചിട്ട് അവനെ വെള്ളത്തേക്ക് താഴ്ത്തുന്നുണ്ട്. എന്നിട്ട് കുറെ നേരം അവനെ വെള്ളത്തിൽ മുക്കി നിർത്തുന്നുണ്ട്. റോമാണെങ്കിൽ എന്നിട്ട് ആ പിടിയെന്നൊക്കെ രക്ഷപ്പെട്ടിട്ട്, നീ എന്ത് തേങ്ങയാടാ ചെയ്യണേ, എനിക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പൊ തട്ടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുന്തിയായിരുന്നു ഇത്ര നേരം അവന് വെള്ളത്തിന് മുക്കിണ്ടായിരുന്നേ. ഈ ടൈമിൽ മോക്കിന്റെ അടുത്തേക്ക് നമ്മുടെ പീച്ച് വരുന്നുണ്ട്. പക്ഷെ അവർ രണ്ടെണ്ണം കൂടിയിട്ട് അവിടെ ഇപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ നീ മരിച്ചില്ലല്ലോ എന്ന് കുന്തി പറയുന്നുണ്ട്. റോമപ്പ് പറയുന്നുണ്ട്, നീ ഒരു അഡൾട്ടാണ്, നീ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ ആക്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുന്തി പറയുന്നുണ്ട്, ആരെയും പറയണേ, എപ്പോഴും പ്രോബ്ലംസ് വരുമ്പോ കുഞ്ഞു പിള്ളേരെ പോലെ ഓടിപ്പോണ നീയോ. റോമപ്പ് പറയുന്നുണ്ട്, ഞാൻ ഓടിപ്പോണതൊന്നുമല്ല, ഞാൻ വെറുതെ എന്ന് പറഞ്ഞ് നിൽക്കണം. വെറുതെ എന്ത് എന്ന് പറഞ്ഞിട്ട് കുന്തി നിൽക്കുന്നുണ്ട്. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അല്ല, നീ എന്തിനീ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വെള്ളത്തേക്ക് ചാടിയെന്ന് റോമപ്പ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുന്തി അവനെ സ്വയം ഒന്ന് നോക്കണത്. ഇവരുടെ കച്ചറയൊന്നും പിന്നെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പീച്ച് മോക്കും കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മുടെ കുന്തി ഒടുക്കത്തെ ചീത്ത പറച്ചിലായിരുന്നു. നീ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഊതി പെരിപ്പിക്കുകയാണ്. ഇല്ലാത്ത പേടിയും ചുമന്ന് ഇനി വരാനിരിക്കണ തലവേദനയൊക്കെ നീ വെറുതെ വരുത്തി വെക്കുകയാണ്. ഒന്നും സംഭവിക്കണതിന് മുന്നേ തന്നെ വെറുതെ കണക്ക് കൂട്ടിയിട്ട് തലയൊക്കെ പുകച്ചിട്ട് നീ വെറുതെ സമയം കളയാന്നൊക്കെ ഇങ്ങനെ കുന്തി ഓരോന്ന് പറഞ്ഞിട്ട് അവന് ചീത്ത പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ റോമാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കുന്തിയുടെ മുഖത്തേക്ക് വെള്ളമാക്കിയിട്ട് പോകുന്നുണ്ട്. അടുത്ത സീനിലാണെങ്കിൽ ഈ രണ്ടും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂൾ നോക്കിയിരിക്കണതാണ് കാണിക്കുന്നത്.
അപ്പന്നിട്ട് രണ്ടുപേരും കൂടി എന്ത് സംസാരിക്കാനായിട്ട് ഒരുമിച്ച് പേര് വിളിക്കുന്നുണ്ട്. അപ്പം റോം പറയുന്നുണ്ട് എങ്കിൽ നീ ആദ്യം പറയുന്നു. അപ്പം നമ്മുടെ കുന്തിയാണെങ്കിൽ റോമിൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ട് പെട്ടെന്ന് അവൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ റോമാണെങ്കിൽ നീ എന്തുവാണ് കാണിക്കുന്നത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുന്തിയാണെങ്കിൽ റോമിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ നീ എന്നോട് സോറി പറയണമെന്ന് റോമൻ ചോദിക്കുന്നുണ്ട്. എല്ലാം നിന്റെ ഭാരമാക്കണതിനാണ് ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നത്. അർസേന്, ഡാഡിൻ്റെ വർക്ക്, നമ്മുടെ ഫാമിലി ബിസിനസ് എല്ലാത്തിനും കൂടിയിട്ടാണ് ഞാൻ സോറി ചോദിക്കണമെന്ന് കുന്തി പറയുന്നുണ്ട്. പക്ഷെ റോമാണ് ഇതൊക്കെ നല്ല കൂളായിട്ടാണ് എടുക്കുന്നത്. ആളുണ്ട് ടേക്ക് ഇറ്റ് ഈസി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കുന്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അർസേനിക്ക് ഇപ്പോൾ ഒരു ലീഡർ ആവശ്യമാണെങ്കിൽ, പക്ഷെ നിനക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ നടക്കേണ്ടത്? അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ എന്തായാലും പീച്ചിനോട് സംസാരിച്ചു കഴിഞ്ഞു എന്ന് കുന്തി പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് തമ്മിൽ എന്ത് സംസാരിച്ചെന്നാണ് കാണിക്കണത്. കണ്ണും തുറന്ന് കിടക്കുന്ന കുന്തിനോട് പീച്ച് ചോദിക്കുന്നുണ്ട്, രാത്രി മൊത്തം നീ ഉറങ്ങാണ്ടിരുന്നോ? റോമിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് കുന്തി അപ്പൊ പീച്ചിനോട് ചോദിക്കുന്നുണ്ട്. ഇനി ഞാനായിരുന്നു റോമിന്റെ സ്ഥാനത്ത് ഡാഡിന്റെ പ്ലേസ് ഏറ്റെടുക്കണമെങ്കിൽ നീ എന്താ ചെയ്യാന്ന് പീച്ചപ്പ് പറയുന്നുണ്ട്. ഞാനപ്പം എൻ്റെ ഷൂട്ടിംഗ് ട്രെയിനിങ്ങും മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും എല്ലാം കൂടി കണ്ടിന്യൂ ചെയ്തിട്ട് പോവും. ഇനി മാർഷൽ ആർട്സ് പ്രാക്ടീസിന് നീ എന്നെ ഇടിക്കാണ്ടിരിക്കരുതെന്നൊക്കെ പീച്ച് പറയുന്നുണ്ട്. നമ്മുടെ കുന്തിക്കാണെങ്കിൽ ആകെ വിഷമമായിട്ട് അപ്പം തന്നെ പീച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാവുന്നതേ ഉള്ളോ, ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലാന്ന്. പീച്ചപ്പ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടും കൂടി ഇല്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നീ നിന്റെ ബ്രദറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാനിങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന്. അടുത്ത സീനിൽ പീച്ചും മോക്കും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മോക്ക് ഇവിടെ പീച്ചിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ട്രഡീഷനൊക്കെ എങ്ങനെയാണെന്ന്. യൂഷ്വലി രണ്ടാമത്തെ മകന് ലീഡർഷിപ്പ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നാമത്തെ മകൻ മരിക്കണം, അല്ലെങ്കിൽ മോക്ക് പിന്നെ ഒന്നും പറയാൻ മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താന്ന് പീച്ചും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇൻകാപ്പബിൾ ആയിരിക്കണം. ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവന് ഈ ലീഡർഷിപ്പിന് യോഗ്യതയില്ല എന്നും അൺഫിറ്റ് ആണെന്നും എഗ്രി ചെയ്യണം. റോമെങ്കിൽ നെക്സ്റ്റ് ലീഡറായിട്ട് അനൗൺസ് ചെയ്യപ്പെടാണെങ്കിൽ ആൾക്കാരെല്ലാം വിചാരിക്കും നമ്മുടെ കുന്തിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്, ആളിതിന് ഇൻകാപ്പബിൾ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ലീഡർ ആവാഞ്ഞേ. ഈ ഒരു കാരണം കൊണ്ടാണ് റോമിന് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തത്. അടുത്ത സീനിൽ കുന്തിനും റോമിനാണ് കാണിക്കുന്നത്. കുന്തി എന്നിട്ട് റോമിനോട് ചോദിക്കുന്നുണ്ട്, നീ ഫസ്റ്റ് ഹയർ സെക്കൻഡ് ഹയർ എന്ന് പറയുന്ന നോൺസെൻസ് ഒക്കെ കാരണമാണല്ലേ ഈ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇത്ര ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോന്ന് ഈ സേഫ് ഹൗസിൽ വന്നിരിക്കണത്. അപ്പൊ റോമും അതിനെ എഗ്രി ചെയ്തിട്ട് അതെന്ന് പറയുന്നുണ്ട്. റോം അപ്പൊ കുന്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനായിരുന്നു എന്നോട് മാപ്പ് പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ, സോ ക്രിഞ്ച് എന്ന് പറയുന്നുണ്ട്. കുന്തി അപ്പൊ റോമിനോട് പറയുന്നുണ്ട്, എനിക്ക് പേടിയായിരുന്നു നീ എന്നോട് ദേഷ്യത്തിലായിരിക്കുമെന്നും, കാരണം ഇപ്പൊ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിന്റെ തലയിലാണ്. ഞാനാണെങ്കിൽ പീച്ചിന്റെ കൂടെ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. റോമ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കല്ലേ, നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ്, എന്താ അങ്ങനെയല്ലേ, ഞാൻ നിന്റെ ബ്രദറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കുന്തി അപ്പൊ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നിന്റെ റീസണെക്കാട്ടും കുറച്ചും കൂടി സെൻസ് ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെക്കുറിച്ച് ആൾക്കാർ ഭയങ്കര ബാഡായിട്ട് ചിന്തിക്കുന്ന ഓർത്തല്ലേ ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ ഞാൻ ഇതേവരെ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും അതിനെക്കുറിച്ച് കെയർ ചെയ്തിട്ടേ ഇല്ല. ഇനി നീ ആ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്, ഡാഡ് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പോവാണോ എന്ന് കുന്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ റോമ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഡാഡിന്റെ അർസേനയായിട്ട് നിനക്കൊരു ബന്ധം വേണ്ടാന്ന് പറയുന്നത് പീച്ച് കാരണല്ലേ? കുന്തിയാണെങ്കിൽ പെട്ടെന്ന് ഇവൻ ഈ ചോദ്യം ചോദിച്ചപ്പോ ഒന്ന് സർപ്രൈസ് ആയി. എന്തുകൊണ്ട് എന്നിട്ട് നീ ഇങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. നീ ആദ്യം ഇതിന് ഉത്തരം പറയുന്ന റോമ അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് എത്രത്തോളം സമയം അവൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം എനിക്ക് ചിലവഴിക്കണം. കാരണം എൻ്റെ സ്വന്തം മരണത്തിനേക്കാളും എന്നെ കൂടുതൽ പേടിപ്പിക്കുന്നത് നമ്മൾ കാരണം അവനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. ഡാഡിൻ്റെ അർസേനി എത്ര ഡേഞ്ചറസ് ആണെന്ന് നിനക്കറിയാലോ, അതുകൊണ്ടാണ് ലുക്ക് പീച്ചിനെ ഞാൻ അതിൻ്റെ പരിസരത്ത് പോലെ അടുപ്പിക്കാത്തത്. ഞാൻ അവനെക്കുറിച്ച് മാത്രമല്ല എപ്പോഴും കെയർ ചെയ്യണത്, നിന്നെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നുണ്ട് റോം എന്നൊക്കെ നമ്മുടെ കുന്തി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ റോമിട്ട് കുന്തിനോട് പറയുന്നുണ്ട്, നോ വറീസ്, പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ടെന്നല്ലേ ഉള്ളൂ, നിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ആവുന്നതിന് പകരം ഞാൻ ലീഡർ ആവുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. റോം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ കുന്തിയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കാണ്. അപ്പം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ലവ് എപ്പോഴും അങ്ങനെയാണ്, മോക്കിൻ്റെ ഇതിലേക്ക് വലിച്ചെടുക്കാനായിട്ട് നിനക്ക് താല്പര്യമില്ലാലേ എന്ന് കുന്തിയപ്പോൾ ഡയറക്റ്റ് ആയിട്ട് റോമിനോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ നിനക്ക് നിന്റെ സെക്രട്ടറിനെ തിരിച്ചു തരേണ്ടി വരുമെന്ന്. ഇത് കേട്ടപ്പോഴാണെങ്കിൽ നമ്മുടെ കുന്തി ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ്. അടുത്ത സീനിൽ പീച്ച് ഈ റൂമൊക്കെ ഒന്ന് കാണുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ കുന്തി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് ലീ ഫാമിലിയുടെ സേഫ് ഹൗസ് എന്ന്. ഡേഞ്ചേഴ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ എനിമീസിന് ഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെയാണ് വരാറ്. പക്ഷെ പണ്ടൊക്കെ സേഫ് ഹൗസിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് 3 പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇത്. പീച്ചപ്പ ചോദിക്കുന്നുണ്ട്, 3 പേരോ? നീ ഉദ്ദേശിച്ചത് നീയും കുൻ റോമും കുൻമോക്കും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്.
കുന്തി അപ്പം അതേന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവരുടെ കുട്ടിക്കാലത്തിന്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടു അതിന്റെ വോയിസ് ഓവർ ആയിട്ടാണ് സീൻ കാണിക്കുന്നത്. അടുത്ത ലീഡറിനെ സഹായിക്കാനുള്ള ഒരു വിശ്വസ്തനായിട്ടായിരുന്നു ഡാഡി ഞങ്ങളുടെ അടുത്തേക്ക് മോക്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ തന്നെയായിരുന്നു അടുത്ത ലീഡർ. പിന്നീട് അവൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ടായി മാറി. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ എപ്പോഴും സാക്രിഫൈസ് ചെയ്യണമെന്നായിരുന്നു അവൻ എപ്പോഴും അവർ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും റോമും കൂടിയിട്ട് ഒരു പ്രോമിസ് ചെയ്തിരുന്നു, മോക്കിനെ ഞങ്ങൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരും മരിക്കേണ്ടി വരില്ല എന്നും. പിന്നീടാണ് മോക്കിനും എന്നെയും തായ്ലാന്റിലേക്ക് പറഞ്ഞയച്ചത്. ആ ടൈമിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് റോം എപ്പോഴും ഹോങ്കോങ്ങിൽ നിന്ന് വരുമായിരുന്നു. അവന് തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു ഒളിച്ചിരിക്കാറ്. 2-3 മണിക്കൂറെങ്കിലും നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമായിരുന്നു. സത്യം പറഞ്ഞാൽ റോമിനും മോക്കിനും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫിലുള്ള ആകെ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരാണ്. അവരെന്നെ തനിച്ചാക്കി പോകുമോന്നായിരുന്നു എപ്പോഴും എൻ്റെ പേടി. പക്ഷെ ഒന്നും കൂടി ആലോചിച്ചപ്പോൾ അവരുടെ സന്തോഷം അതാണെങ്കിൽ ഞാനും അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പീച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കാരണം കൊണ്ടാണല്ലേ നീ ഇവിടെ സേഫായിപ്പോ അപ്പം തന്നെ മോക്കിനെ റോമിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? അതേന്ന് കുന്തി അപ്പോൾ സമ്മതിക്കുന്നുണ്ട്. കുന്തിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇമോഷണലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം പീച്ച് അവനിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുന്തിയാണെങ്കിൽ എന്താ ഒരു സൗണ്ട് എന്ന് വെച്ചിട്ട് മുകളിലേക്ക് കണ്ണു തുറന്ന് നോക്കാണ്. അപ്പൊ പീച്ച് മുകളിൽ കിടന്ന് നീന്തി തുടിക്കാണ്. പീച്ച് അപ്പോൾ സൈൻ ലാംഗ്വേജിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുന്തി അതേന്ന് പറഞ്ഞിട്ട് തലയാട്ടുന്നുണ്ട്. എന്നാ ചിരിക്കുന്നു പീച്ചും. അപ്പൊ നമ്മുടെ കുന്തി ചിരിക്കുന്നുണ്ട്. പീച്ച് എന്നിട്ട് സൈൻ ലാംഗ്വേജില് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ കുന്തിയും തിരിച്ചതുപോലെ കാണിക്കുന്നുണ്ട്. പീച്ചപ്പോ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ലവും ഫിംഗർ ഹേർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കുന്തിക്ക് പിന്നെ എന്ത് വേണം, ആൾക്കൊടുക്കത്തെ സന്തോഷമായി. അടുത്ത സീനിൽ റോമിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ കണ്ണാടിയിൽ അവന്റെ ടാറ്റോ ഒക്കെ നോക്കിയിട്ട് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കാണ്. ഇപ്പോഴാണ് ഗ്രാൻഡ് മീറ്റിംഗിൽ അവരുടെ ഡാഡി എന്താ പറഞ്ഞെന്ന് കാണിക്കണത്. ഡാഡ് അപ്പോൾ പറയുന്നുണ്ട്, ഈ മീറ്റിംഗ് ആളുകളെ സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് വേറെ സ്ഥലങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല. എൻ്റെ വർക്ക് ഇനി ഏറ്റെടുക്കാനും അർസേനയുടെ അടുത്ത ലീഡറെ തിരഞ്ഞെടുക്കാനും വേണ്ടിയാണ് ഈ മീറ്റിംഗ്. ഡാഡ് എന്നിട്ട് കുന്തിനോട് പറയുന്നുണ്ട്, നീ നിന്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അതിലിങ്ങി ഇടപെടില്ല. ഇത് നിന്റെ സാമ്രാജ്യമാണിപ്പോൾ. പക്ഷെ അർസേനയ്ക്ക് ഇനിയും മുന്നോട്ട് പോയേ തീരൂ. സോകൃതനായ റോംലി, അർസേനയുടെ അടുത്ത ലീഡറാവാൻ നീ ഇപ്പൊ തന്നെ തയ്യാറായിക്കോ. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ കുന്തി മോക്കൊക്കെ ആകെ ഷോക്കായത്. ഇത് കാരണമാണ് റോമാണെങ്കിൽ വേഗം ദേഷ്യത്തിൽ നിന്ന് ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയിണ്ടായിരുന്നത്. ഇതൊക്കെ റോമ ആലോചിച്ച് നിൽക്കുന്ന ടൈമില് മോക്ക് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഡിന്നർ 10 മിനിറ്റിന് റെഡിയാവും, കുന്തിയും പീച്ചും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അവരെപ്പോഴാണ് ഇവിടുന്ന് പോകുന്നതെന്ന് റോമു ചോദിക്കുന്നുണ്ട്. മോക്ക് പറയുന്നുണ്ട്. അപ്പോൾ കുന്തി പറഞ്ഞു അവരെന്തായാലും നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ലാന്ന്. റോം അപ്പൊ മോക്കിനോട് പറയുന്നുണ്ട്, എന്നാ നീ അവരുടെ കൂടെ തിരിച്ചു പോക്കോന്ന്. മോക്കാണെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നില്ല. അപ്പൊ മോക്ക് ചോദിക്കുന്നുണ്ട്, റോം ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞെന്ന്. റോം അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അർസേനയുടെ ലീഡറാവുന്നു. അതുകൊണ്ടാണ് ഞാൻ നീയായിട്ട് പ്രേമത്തിലായത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ലവ് ചെയ്യില്ലായിരുന്നു. മോക്കപ്പ് പറയുന്നുണ്ട്. പക്ഷെ ലീ ഫാമിലിയുടെ ഒരു ലീഡർ ആവാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റോമൊന്നും മിണ്ടാത്തത് കണ്ടപ്പോൾ മോക്ക് പറയുന്നുണ്ട്, ശരി എന്നാ ബോസിന്റെ ഓർഡർ അങ്ങനെയാണെങ്കിൽ ഞാൻ അതനുസരിക്കും, എനിക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഒരു അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ മിറയും മോക്കും കൂടിയിട്ട് ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നതാണ് കാണിക്കുന്നത്. മിറയുടെ ആണെങ്കിൽ കറക്റ്റ് ടാർഗറ്റിലൊക്കെ കൊണ്ടുണ്ട്, മോക്കിന്റെ ആണെങ്കിൽ ടാർഗറ്റിലൊന്നും കൊണ്ടിട്ടില്ല അധികം. മിറ അപ്പൊ പറയുന്നുണ്ട്, അപ്പൊ ഇതുകൊണ്ടാണ് അർസേനയുടെ ബോഡി ഗാർഡ്സ് ലവ് എന്നൊക്കെ മാറി നിൽക്കണമെന്ന് പറയുന്നത് കളിയാക്കുന്നുണ്ട് അവനെ. നിനക്കിതിനെ പറ്റി എന്താ അറിയാന്ന് മോക്കപ്പ ചോദിക്കുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കും, പക്ഷേ അർസേനയോടുള്ള എല്ലാവർക്കും അറിയാം നിങ്ങളും റോമും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മോക്കപ്പം മിറോനോട് പറയുന്നുണ്ട്, അർസേനയുടെ ബോഡി ഗാർഡ്സിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് മരണത്തെ എപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ട് ജീവിക്കാനാണ്. അവർക്ക് പ്രണയത്തിലാവാനൊന്നും അനുവാദമില്ല. നീ ഇവിടെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതെപ്പോഴും ഓർമ്മയിൽ വെച്ചോന്ന് പറയുന്നുണ്ട് മോക്ക്. അപ്പോൾ അവിടേക്ക് പീച്ച് വന്നിട്ട് പറയുന്നുണ്ട്, ആ ലാസ്റ്റ് പറഞ്ഞ പാർട്ട് നീ സ്വയം ഉണ്ടാക്കി പറഞ്ഞതല്ലേ മോക്ക്. മിറ, നീ ഇവൻ പറയണതൊന്നും കേൾക്കണ്ട. അർസേന അത്രയ്ക്ക് ഹാർട്ട്ലെസ് ഒന്നല്ല. ബോഡി ഗാർഡ് അയക്കുന്നത് വെറും ഒരു ജോബ് മാത്രമാണ്. അതിന് നിങ്ങളുടെ ലവ് ലൈഫ് ഒന്നും ഇങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റണില്ല മോക്ക്. അതുകൊണ്ട് നിങ്ങൾ മിറോയോട് ഇങ്ങനെ ആവശ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും പീക്ക് ഹാൻഡ് പോലെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷെ ഇപ്പം നിങ്ങൾ റോമിൻ്റെ പോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ഇതിനെയാണ് ഞാൻ ലവ് എന്ന് വിളിക്കുക എന്ന് പീച്ച് പറയുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പീച്ച് മോക്കിനോട് ചോദിക്കുന്നുണ്ട്. മോക്കപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കിത് ഒട്ടും അറിഞ്ഞൂടാ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പീച്ചപ്പം മോക്കിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു റോമിന് നീ കുറച്ച് സമയം കൊടുക്കണം.
എന്തായാലും അവന് അവൻ്റേതായ റീസൺസ് കാണുമെന്ന് ഉറപ്പാണ്. പക്ഷെ അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ വിചാരിക്കരുത് മോക്കെന്ന് പറയുന്നുണ്ട്. പിന്നെ മിറ, ഇവിടെ എന്തായാലും നിനക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നിനക്ക് ഇവിടെ ലവ് ചെയ്യാൻ പറ്റും, നീ ഇവിടെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ഈ സീനോട് കൂടി ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അടുത്ത പാർട്ടിലാണെങ്കിൽ ഒത്തിരി ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം.